വിളിക്കട്ടെ, അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ തയ്യാറാണ് പോകാൻ. അല്ല, ഇങ്ങനെ മുൻകൂർ ഒരു തീരുമാനം പറഞ്ഞിട്ടൊരു ചർച്ച നടത്തുമ്പോൾ അതിൻ്റെ ഒരു സാങ്കത്യം എത്രയുണ്ട്? എന്തോ മൂപ്പര് ശൈലിയായിരിക്കും, അത് നമുക്കറിയില്ല. മൂപ്പരോട് ചോദിക്കണം. നിങ്ങൾ മൂപ്പരെ കാണില്ലേ? ഇന്ന് രാവിലെ കണ്ടപ്പോഴാണ് പറഞ്ഞത്. ചോദിക്കാം, അവരോട് ചോദിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്ക് വിളിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടാകും, ചർച്ച ചെയ്യും. അല്ല, ഈ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി ചർച്ചയ്ക്കൊരു സാധ്യത ഉണ്ടോ? ചർച്ച ചെയ്യുകയാണെങ്കിൽ ഫലം ഉണ്ടാവും. ചർച്ച ചെയ്താൽ ഫലം ഉണ്ടാവുമല്ലോ. മനുഷ്യന്മാർ മുഖത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അതിന് ഫലം കിട്ടും. ചർച്ചയ്ക്ക് വരട്ടെ, ബാക്കി കാര്യം പിന്നെ പറയാം. അല്ല, ഇപ്പം ഇങ്ങനെ പറഞ്ഞാലും ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെല്ലും. ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാനുണ്ട്. ചർച്ച ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനിക്കരുത്. എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ വരുമ്പം, പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്, അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും. അതിൻ്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും, ആരായിരിക്കും. അല്ല, മന്ത്രി ആദ്യമേ പറഞ്ഞത് വരട്ടാൻ നോക്കണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ സമുദായ സംഘടനകളിക്കാരും നോക്കണ്ട, പൊതുവിദ്യാലയങ്ങളുടെ കാര്യങ്ങൾ സർക്കാർ ജനങ്ങളെ വരട്ടാൻ നോക്കേണ്ടത് നമുക്കും പറയാം. ജനങ്ങളെ വരട്ടണ്ട. ഓക്കെ.